ഇന്ത്യ രാജ്യത്ത് സിമി നിരോധിച്ചു. സിമിയെ നിരോധിച്ചു. ഇന്ത്യയിൽ ഒരു സംഘടന നിരോധിച്ചു എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ തമാശയാണ്. കാരണം ഇന്ത്യയുടെ രജിസ്ട്രേഷൻ നിയമം അനുസരിച്ചുകൊണ്ട് ഒരു സംഘടനയെ ഇന്ത്യ രാജ്യത്ത് നിരോധിക്കുക സാധ്യമല്ല. ഒരു സംഘടനയെ നിരോധിച്ചാൽ മറ്റൊരു പേരിൽ ആ സംഘടനയ്ക്ക് പ്രത്യക്ഷപ്പെടാൻ ഒരുപാട് നിയമപഴുതുകളുള്ള ഒരു രാഷ്ട്രമാണ് ഇന്ത്യ രാജ്യം. അതുകൊണ്ട് തന്നെ നിരോധിച്ചു എന്ന് പറയുമ്പോൾ ആ തമാശയായി തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ത്യ രാജ്യത്ത് സിമി നിരോധിക്കുകയുണ്ടായി. അങ്ങനെ സിമി നിരോധിച്ചു കഴിഞ്ഞപ്പോൾ സിമിയുടെ നേതാക്കന്മാർ അണിചേരുകയും ആ തങ്ങളുടെ ചിന്താഗതി അഥവാ സയ്യിദ് അബുൽ അല മൗദൂദി മുതൽ സയ്യിദ് കുത്തുബി വഴി ഈ സമൂഹത്തിന് കൈമാറി കിട്ടിയ ആ ചിന്താഗതി ഈ സമൂഹത്തിനിടയിൽ പ്രചരിപ്പിക്കുവാനും പ്രഖ്യാപിക്കുവാനും ഒരു സംഘം ഇവിടെ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കുകയും സിമി എന്ന് പറയുന്ന ആ സംഘടന മറ്റൊരു രൂപത്തിലേക്ക് രൂപാന്തരം വരുത്തപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒരു പുതിയ സംഘടനക്ക് കേരളത്തിൽ പിറവികൊണ്ടു. അതായിരുന്നു NDF എന്ന സംഘടന. സിമിയുടെ നേതാക്കന്മാർ അവരുടെ ചിന്താഗതികളും അവരുടെ പ്രത്യയ ശാസ്ത്രങ്ങളും നിലനിർത്തിക്കൊണ്ട് പുതിയ ഒരു സംഘടനക്ക് പുതിയ ഒരു സാമൂഹിക ശാക്തീകരണത്തിന് നേതൃത്വം നൽകുക എന്ന രൂപത്തിൽ സമൂഹത്തിലേക്ക് NDF എന്ന പേരുമായി കടന്നു വന്നു. ഇത്തരത്തിൽ സിമിക്ക് രൂപമാറ്റം സംഭവിക്കുകയും ആ സിമി ജമാഅത്തെ ഇസ്ലാമിയുടെ സിദ്ധാന്തങ്ങൾ പേറി സമൂഹത്തിൽ നിലനിൽക്കുകയും ആ സമൂഹത്തിൽ നിലനിന്ന് കുറച്ചു കാലം അഥവാ നിരോധനത്തിന് ശേഷം NDF ആയി രൂപമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തു എന്ന് പറയുമ്പോൾ കേവലം താൽക്കാലികമായ ഒരു നിരീക്ഷണം മാത്രമല്ല അത്. നേരെ മറിച്ച് നമ്മുടെ നാട്ടിലെ നിയമപാലകന്മാർ പോലും അവരുടെ അന്വേഷണത്തിലൂടെ കൃത്യമായി ഇത് മനസ്സിലാക്കുകയും ഈ സമൂഹത്തിന്റെ മുന്നിൽ അത് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അത്തരത്തിലുള്ള ഒരു ബോധ്യപ്പെടൽ നമുക്ക് കൃത്യമായി കാണാം. 2001 സിമി നിരോധിച്ച ശേഷം സംസ്ഥാനത്തെ നോഡൽ ഓഫീസർ രാജേഷ് ദിവാൻ കേന്ദ്ര ട്രിബ്യൂണലിൽ നൽകിയ റിപ്പോർട്ടിൽ സിമി സംസ്ഥാനത്ത് ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്നതായി വ്യക്തമാക്കിയിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നൽകിയ റിപ്പോർട്ടിൽ സിമി പ്രവർത്തകർ ഇതര സംഘടനകളിലേക്ക് കുടിയേറിയതായും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കാര്യം തന്നെയാണ് പുതിയ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിലുമുള്ളത്. ചിലർ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളിൽ ഇടം നേടിയതായ റിപ്പോർട്ടിൽ സൂചനയുണ്ട്. അതേസമയം സിമിയുടെ നിരോധനത്തിന് ശേഷം NDF-ലേക്കാണ് ഭൂരിഭാഗം പ്രവർത്തകരും പോയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സിമിയുടെ സ്ഥാപക യോഗങ്ങളിൽ പങ്കെടുത്ത പ്രൊഫസർ പി കോയ ഇപ്പോൾ NDF-ന്റെ സുപ്രീം കൗൺസിൽ അംഗമാണ്. മുൻ ചെയർമാൻ ഇ അബൂബക്കർ സിമി നേതാവായിരുന്നു. എന്നാൽ ഇതൊക്കെ യാദൃശ്ചികമാണെന്ന് NDF നേതാക്കൾ വിശദീകരിക്കുന്നു. കണ്ടോ? അപ്പൊ യാദൃച്ഛികമായ ഒരു പ്രതിഭാസം ഈ കേരളത്തിൽ നടന്നു എന്നതാണ്. എന്താണ് യാദൃച്ഛികമായി നടന്ന ആ പ്രതിഭാസം? ഒരു സുപ്രഭാതത്തിൽ ഇന്ത്യ രാജ്യത്തേക്ക് മൗദൂദി സാഹിബ് കടന്നു വരുന്നു. മൗദൂദി സാഹിബ് ഒരു പുതിയ ചിന്താധാര കെട്ടിപ്പടുക്കുന്നു. ആ ചിന്താധാരയാകട്ടെ ഒരു ഭാഗത്ത് സംഘപരിവാർ സംഘങ്ങൾ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യത്തിന് നേരെ ബദലായി ഹിന്ദു രാഷ്ട്രമെന്ന പ്രഖ്യാപനത്തിന് ബദലായി ഇസ്ലാമിക രാഷ്ട്രം നേടിയെടുക്കുകയാണ് നമ്മുടെ ലക്ഷ്യമെന്ന ഒരു പ്രഖ്യാപനമായി തീരുന്നു. ആ പ്രഖ്യാപനം ഉയർത്തിപ്പിടിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന ഒരു സംഘടന ഇവിടെ രൂപീകരിക്കപ്പെടുന്നു. ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന ഇന്ത്യ രാജ്യത്ത് നോട്ടപ്പുള്ളിയായപ്പോൾ തങ്ങളുടെ ചിന്താഗതികൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടി രഹസ്യമായി ശൈഖ് മുഹമ്മദ് കാരക്കുന്നിനെ പോലെയുള്ള ഉസ്മാൻ തറുവായിയെ പോലെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഇവിടെ സിമി എന്ന ഒരു സംഘടനക്ക് രൂപം നൽകപ്പെടുന്നു. ആ സിമി എന്ന സംഘടന പിന്നീട് നിരോധിക്കപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായും യാദർച്ഛികമായി ഒരു സംഭവവികാസം ഉണ്ടാകുന്നു. അത് മറ്റൊന്നുമല്ല, NDF എന്ന് പറയുന്ന ഒരു സംഘടനക്ക് സിമി നേതാക്കന്മാർ രൂപം നൽകുകയാണ്. ഇതെങ്ങനെ യാദർച്ഛികമായി? ഇത് യാദർച്ഛികമായി എന്ന് പറയുന്നത് ഇത് കേവലം നമുക്കറിയാം, സാധാരണ യുക്തിവാദികൾ പറയാറുണ്ട് ലോകം അത് യാദർച്ഛികമായി ഉണ്ടായതാണ്. ലോകം അതിങ്ങനെ യാദർച്ഛികമായി സംഭവിച്ചു പോയതാണ്. ലോകത്ത് നടക്കുന്നതെല്ലാം പ്രകൃതിയുടെ ഒരു വികൃതിയാണെന്ന് പറയുന്നത് പോലെ, ഏതോ ഒരു വികൃതി നടന്നതുപോലെ സംഭവിച്ചതുപോലെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾ അതിനെ ന്യായീകരിച്ചത്. എത്രത്തോളം നമ്മുടെ പ്രൊഫസർ കോയ അതിനെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നത് കേൾക്കൂ. കുറെ ശ്രമിക്കാർ NDF-ൽ വന്നിട്ടുണ്ടാവും, കുറെ ആള് മുസ്ലിം ലീഗ് പോയിട്ടുണ്ട്, കുറെ ആള് ചിലപ്പോൾ CPM-ൽ പോയിട്ടുണ്ടാവും, കോൺഗ്രസിൽ പോയിട്ടുണ്ടാവും. അതിൽ അസാധാരണമായിട്ടൊന്നുമില്ല അതില്ല. അപ്പോൾ പിന്നെ NDF-ലേക്ക് ഒന്നിച്ച് കയറി വന്നു എന്നുള്ളത് പോലീസിന്റെ അങ്ങനെ ഒരു നിഗമനത്തിന് യാതൊരു യാഥാർത്ഥ്യത്തിന്റെ പിന്തുണ ഇല്ലാത്ത വെറും ഒരു ആരോപണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ? അപ്പോൾ സിമിയിൽ നിന്ന് പലതിലേക്കും പോയിട്ടുണ്ട്. സിമിയിൽ നിന്ന് ലീഗിലേക്ക് പോയിട്ടുണ്ട്, സിമിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയിട്ടുണ്ട്, സിമിയിൽ നിന്ന് CPI-യിലേക്ക് പോയിട്ടുണ്ട്, സിമിയിൽ നിന്ന് CPM-യിലേക്ക് പോയിട്ടുണ്ട്, സിമിയിൽ നിന്ന് ജനതാദളിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ സിമിയിൽ നിന്ന് എല്ലായിടത്തേക്കും പോയതുപോലെ NDF-ലേക്കും വന്നു. അത്ര മാത്രമേ ഉള്ളൂ എന്ന്.
വ്യത്യസ്തങ്ങളായ സംഘടനകളിലേക്ക് സിമിയുടെ അനുയായികൾ പോയതുപോലെ NDF-ലേക്കും വന്നു എന്നാണ് കോയ പറയുന്ന ന്യായീകരണം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, സിമിയിൽ നിന്ന് CPI-യിലേക്ക്, CPM-ലേക്ക്, അതുപോലെ തന്നെ മുസ്ലിം ലീഗിലേക്ക്, കോൺഗ്രസിലേക്ക്, ജനതാദളിലേക്ക് മാറിപ്പോയ ഒരാളും അവരുടെ ചിന്താഗതികൾ, അവരുടെ പഴയ ചിന്താഗതികൾ അത് നടപ്പാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെയുള്ളത് എന്ന് പറഞ്ഞിട്ടില്ല. സിമിയുടെ തുടർച്ചയായിക്കൊണ്ടാണ് ഞാൻ CPM-ൽ നിലകൊള്ളുന്നത്, CPI-യിൽ നിലകൊള്ളുന്നത്, മുസ്ലിം ലീഗിൽ നിലകൊള്ളുന്നത്, കോൺഗ്രസിൽ നിലകൊള്ളുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ NDF അങ്ങനെയാണോ? ഒരിക്കലുമല്ല. നേരെ മറിച്ച് തേജസ്സിൽ എഴുതി ഇത് സിമിയുടെ പിന്തുടർച്ചയായി വന്ന സംഘമാണ് എന്ന്. അതിനു പുറമെ NDF-കാർ അവരുടെ കലണ്ടർ ഇറക്കുമ്പോ ആ കലണ്ടറിൽ പോലും പ്രത്യക്ഷപ്പെടുന്ന മുഖങ്ങൾ ആരുടെ മുഖമായിരുന്നു? ജമാഅത്തെ ഇസ്ലാമി നേതാക്കന്മാരുടെ മുഖങ്ങൾ. നമുക്കറിയാം, ആഗോളാടിസ്ഥാനത്തിൽ ഇഖ്വാനുൽ മുസ്ലിമൂന്റെ നേതാവായി അറിയപ്പെടുന്ന ഹസനുൽ ബന്ന, ആ ഹസനുൽ ബന്നയുടെ ചിത്രം ഗാന്ധിജിയോടൊപ്പം, ടിപ്പു സുൽത്താനോടൊപ്പം, ഉമർ മുഖ്താറിനോടൊപ്പം, ചെഗുവേരയോടൊപ്പം തേജസിന്റെ കലണ്ടറിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ജമാഅത്ത് നേതാവായ ഹസനുൽ ബന്ന, ഇഖ്വാനുൽ മുസ്ലിമൂന്റെ നേതാവായ ഹസനുൽ ബന്ന, ആ ഹസനുൽ ബന്നയുടെ ചിത്രം NDF നേതാക്കന്മാരുടെയും NDF പ്രവർത്തകരുടെയും ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുകയാണ്, അവരുടെ കലണ്ടറുകളിൽ പ്രത്യക്ഷപ്പെടുകയാണ്. മാത്രമല്ല, അതുകൊണ്ട് അവസാനിക്കുന്നുവോ? ഇതാ പിന്നെ വരുന്നതോ, ലോകത്ത് ഇറാനിയൻ ചിന്താഗതികൾ പടർത്തുവാനും അത് വളർത്തുവാനും വേണ്ടി പുസ്തകങ്ങൾ എഴുതിയ, ലേഖനങ്ങൾ എഴുതിയ ഡോക്ടർ അലി ശരീഅത്തി, മുസ്ലിങ്ങൾ നിർവഹിക്കുന്ന ഹജ്ജിനെ പോലും, ആ ഹജ്ജ് പോലും വെടിയുണ്ട ഉതിർക്കലാണ്, ജംറയിലെ കല്ലേറ് പോലും അത് വെടിയുണ്ട ഉതിർക്കലാണെന്ന് എഴുതിവിട്ട ഹജ്ജ് എന്ന പുസ്തകത്തിലൂടെ പരിചയപ്പെടുത്തിയ അലി ശരീഅത്തി, ഡോക്ടർ അലി ശരീഅത്തി, ആ അലി ശരീഅത്തി ഇറാനിയായ, അതുപോലെ തന്നെ ശുദ്ധ ശിആ നേതാവായ ഖുമൈനിയുടെ പിൻഗാമിയായ പ്രവാചകന്മാരുടെ സഹാബത്തിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് പുസ്തകം എഴുതിയ രക്തസാക്ഷ്യം എന്ന പുസ്തകം മലയാളത്തിലേക്ക് സിമി പോലും പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ സമൂഹ മധ്യത്തിൽ അവതരിപ്പിച്ച അത്രമാത്രം ശിആ ചിന്ത പേറിയ അലി ശരീഅത്തി, ആ അലി ശരീഅത്തിയുടെ ചിത്രം തേജസിന്റെ കലണ്ടറിൽ മഹാത്മാഗാന്ധിയോടൊപ്പം, ചെഗുവേരയോടൊപ്പം, ഉമർ മുഖ്താറിനോടൊപ്പം പ്രത്യക്ഷപ്പെടുകയാണ്. അതുകൊണ്ടും അവസാനിക്കുന്നില്ല. ഞാൻ നേരത്തെ വായിച്ചൊരു പുസ്തകമുണ്ടല്ലോ, വഴിയടയാളങ്ങൾ, മആലിമു തരീഖ് എന്ന പേരിൽ അറബിയിൽ പ്രസിദ്ധീകരിച്ച ആ പുസ്തകത്തിന്റെ രചയിതാവായ സയ്യിദ് ഖുത്ബ് ലോകാടിസ്ഥാനത്തിൽ ഇഖ്വാനുൽ മുസ്ലിമൂന് വേരോട്ടമുണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടി വിപ്ലവകരമായ, രക്തം തിളപ്പിക്കുന്ന പരാമർശങ്ങളും ചിന്തകളും ഈ സമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിച്ച സയ്യിദ് ഖുത്ബ്, ആ സയ്യിദ് ഖുത്ബിന്റെ ചിത്രം പോലും തേജസിന്റെ കലണ്ടറിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഇതെല്ലാം യാദൃച്ഛികമായി സംഭവിക്കുന്നതാണ് പോൽ. അപ്പോൾ കൃത്യമായി ഈ സമൂഹത്തിൽ നടന്ന രണ്ട് അജണ്ടകൾ, അതിൽ ഒരു അജണ്ട ഈ സമൂഹത്തിന്റെ മുന്നിൽ വ്യക്തമാണ്, സംഘപരിവാരത്തിന്റെ അജണ്ട. ആ അജണ്ടയുടെ ഭാഗമായി RSS ഉണ്ടായി, ആ അജണ്ടയുടെ ഭാഗമായി ഇവിടെ BJP ഉണ്ടായി. സംഘപരിവാര അജണ്ടയുടെ അടിസ്ഥാനത്തിൽ, ആ ചിന്താഗതിയിൽ RSS-ഉം BJP-യുമൊക്കെ ഈ സമൂഹത്തിൽ ഉണ്ടായപ്പോൾ, മറുഭാഗത്ത് ഒരു മുസ്ലിം സംഘപരിവാരം, ഒരു മുസ്ലിം RSS, ഒരു മുസ്ലിം BJP ഉണ്ടാക്കി തീർക്കണമെന്ന ന്യൂനപക്ഷ തീവ്രവാദ ചിന്താഗതിയുടെ ഭാഗമായി ഉയർക്കൊണ്ട വാദം, ആ വാദത്തിന്റെ ഭാഗമായി ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കപ്പെടുന്നു. സിമി പിന്നീട് ഉത്ഭവിക്കുന്നു, അതിന്റെ പിൻഗാമിയായി NDF കടന്നു വരുന്നു. ഇത്തരത്തിലുള്ള ചിന്താഗതികൾ ഈ സമൂഹത്തിൽ നടമാടുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മുന്നിൽ ചർച്ചയ്ക്ക് വരേണ്ട മറ്റൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്തായിരുന്നു ആ പ്രശ്നം? ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം ഹൈന്ദവ വർഗീയ ഫാസിസ്റ്റുകൾ വളരെ ശക്തമായി ആധിപത്യം നേടുന്ന ഒരു സാഹചര്യത്തിൽ അതിന് ബദലായി ഒരു ഇസ്ലാമിക സമൂഹത്തെയും ഒരു ഇസ്ലാമിക ചിന്താഗതിയെയും വളർത്തിക്കൊണ്ട് വരേണ്ടതല്ലേ എന്ന ഒരു ചോദ്യമുണ്ട്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് നാട്ടിൽ RSS വളരുന്നു, നാട്ടിൽ ബജ്റംഗ് ദൾ വളരുന്നു, നാട്ടിൽ സംഘപരിവാര ശക്തികൾ വളരുന്നു, നാട്ടിൽ ശിവസേനക്കാൾ വളരുന്നു. അതുകൊണ്ട് തന്നെ അവരെ എതിർക്കലും അവരെ തോൽപ്പിക്കലും നമ്മുടെ ബാധ്യതയാണ് എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വാദഗതികളുമായി രംഗത്ത് വന്ന ആളുകൾ ഒരു കാര്യം ചിന്തിക്കണം. എന്താണെന്നറിയുമോ? RSS-നെ വളർത്തുന്നതാര്? RSS-നെ വളർത്തിയതാര്?
RSS വളർത്തുവാൻ വേണ്ടി എല്ലാവിധ പരിശ്രമങ്ങളും ചെയ്തു കൊടുക്കുന്നവരാര് കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യ രാജ്യത്ത് RSS എന്ന സംഘടന രൂപീകരിക്കപ്പെട്ടു. ആ RSS എന്ന സംഘടന ഹൈന്ദവ സമൂഹത്തിനിടയിൽ പ്രവർത്തിക്കുമ്പോൾ ഓരോ ഹൈന്ദവനെയും RSSലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യാൻ, RSSലേക്ക് ചേർക്കാൻ, RSSൽ മെമ്പർഷിപ്പ് കൊടുക്കാൻ, ആ ഹിന്ദുവിന്റെ രക്തം തിളപ്പിക്കുവാൻ RSS നേതാക്കന്മാർ ഉപയോഗപ്പെടുത്തിയത് എന്തായിരുന്നു? മറ്റൊന്നുമായിരുന്നില്ല, മൗദൂദി സാഹിബിന്റെ ചിന്താഗതികൾ തന്നെയായിരുന്നു. രണ്ടു തരത്തിലുള്ള കലാപങ്ങൾക്ക് വഴിമരുന്നിടുകയാണ് മൗദൂദി സാഹിബിന്റെ ചിന്താഗതികൾ കൊണ്ട് ഈ സമൂഹത്തിലുണ്ടായത്. രണ്ട് തരത്തിലുള്ള കലാപങ്ങൾ. അതിലൊന്ന് നമ്മൾ മനസ്സിലാക്കണം, ഹൈന്ദവ ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും വളർച്ചയാണ്. എത്രത്തോളം RSSന്റെ ശാഖകളിൽ പ്രവർത്തിച്ച്, RSSന്റെ ശാഖകളിൽ പങ്കെടുത്ത്, RSSന്റെ ശാഖകളിൽ പോയി അവിടുത്തെ അഭ്യാസങ്ങൾ പഠിച്ച് അവസാനം RSSന്റെ ശാഖകളിൽ വിശുദ്ധ ഇസ്ലാമിനെയും പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവമതിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഒരു കുട്ടിക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണമെന്ന് തോന്നി, മുഹമ്മദ് നബിയെ പരിചയപ്പെടണമെന്ന് തോന്നി, ഖുർആൻ ഒന്ന് അടുത്തറിയണമെന്ന് തോന്നി. ആ RSSകാരൻ ഖുർആൻ പഠിച്ചു, ആ RSSകാരൻ ഇസ്ലാം പഠിച്ചു. ഇസ്ലാം പഠിച്ച അവസാനം ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് ഈ മുസ്ലിം സൊസൈറ്റിയിൽ ആ RSSകാരൻ അംഗമായതിനു ശേഷം ഈ സമൂഹത്തിന്റെ മുന്നിൽ ആ യുവാവ് വിളിച്ചു പറഞ്ഞ ഒരു യാഥാർത്ഥ്യമുണ്ടായിരുന്നു. ആ യുവാവ് വിളിച്ചു പറഞ്ഞ ഒരു സത്യമുണ്ടായിരുന്നു. എന്തായിരുന്നുവെന്നറിയുമോ? RSSന്റെ ശാഖകളിൽ ഞങ്ങൾക്ക് വീര്യം നൽകാൻ വേണ്ടി വായിച്ചിരുന്ന പുസ്തകം ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദിയുടെ പുസ്തകങ്ങളായിരുന്നുവെന്ന്. കേട്ടോളൂ കൃത്യമായി തന്നെ.